ഹലോ മൈ ഗൈസ്, ഇന്ന് ഞങ്ങൾ നാട്ടിൽ നോമ്പറയുണ്ടോ. അപ്പൊ അതിന്റെ ഒരു വ്ളോഗ് കൊണ്ട് വന്നേക്കാണ്. അപ്പൊ നമ്മള് നോമ്പറയ്ക്ക് ഒരു സ്പെഷ്യൽ ആളുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ നോമ്പ് തുറയ്ക്ക് തന്നെ 4-5 സുഡുകളെ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. ചെക്കന്മാരൊക്കെ നമ്മളെ നാട്ടിലൊരു നോമ്പ് തുറവ് കിട്ടിയില്ല സന്തോഷത്തിലാണ്. അതില് ഞാനൊരു സുഡുവിനോട് പറഞ്ഞു, ഞാൻ വ്ളോഗ് എടുക്കാണ്. അതിൽ സുഡുവിന് അങ്ങോട്ട് റങ്കേക്കുണ്ടോ. അങ്ങനെ ഞാനൊക്കെ എത്തിയപ്പോത്തിന് ഇവിടെ ആകെ ഫുള്ളേക്കുണ്ടോ. ഇനി ഇവിടുത്തെ കാഴ്ചകളൊന്ന് കാണാൻ ഞങ്ങൾ ഇഫ്താർ നടത്തുന്നത് നല്ലൊരു ആംബിയൻസ് ഇല്ല സ്ഥലത്തായതുകൊണ്ട് തന്നെ ഒരു അടിപൊളിയൊക്കെയുണ്ടോ. ഇത് ഞങ്ങളെ നാട്ടിലെ അമ്പലക്കടവ് കാളപൂട്ട് കണ്ട പറയും, അവിടെയാണ് ഞങ്ങൾ ഇഫ്താർ നടത്തുന്നത്. ഇപ്പൊ 2-3 വർഷമായിട്ട് അവിടെ തന്നെ ഞങ്ങൾ ഇഫ്താർ നടത്തിക്കൊണ്ട് വരുന്നത് കേട്ടോ. പിന്നെ നിങ്ങളെ നാട്ടിലേക്ക് ഇഫ്താർ കഴിഞ്ഞോ ഒന്ന് കമന്റ് ചെയ്യണ്ടോ. പിന്നെ എനിക്ക് എല്ലാരും വ്ളോഗിലിട്ട് വേർപ്പിച്ചിന സ്വഭാവം ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് തുടങ്ങിട്ടോ ഇഞ്ച പരിപാടികൾ. ഈ മോലേരെ പൂജയൊക്കെ ഞാൻ വല്ല സംഗതിയാണ് വിചാരിച്ചിട്ട് വീഡിയോ എടുക്കുക അറിയാം. അങ്ങനെ ഏകദേശം എല്ലാരും വന്നു. നോമ്പ് തുറക്കാൻ 6:30 മണിയായിട്ടോ. ഏകദേശം 6:40 ബാങ്ക്. ഇത്ത പരിപാടി എന്താ വിചാരിച്ചാല് എനിക്കൊരു സീറ്റ് തപ്പി പോവാൻ കേട്ടോ. അങ്ങനെ ഞാൻ തപ്പി പോയിണ്ട് എനിക്ക് സീറ്റ് കിട്ടിയതോ ഞങ്ങളെ നാട്ടിലെ ടീം വൈബിന്റെ ഒപ്പം കേട്ടോ. അങ്ങനെ അവരൊപ്പം അങ്ങോട്ട് ഇരുന്നു. താങ്ക് യു. അതായത് ഇന്ന് നമ്മുടെ നാടിന്റെ ഒരുമയാണ് കാണുന്നത്. എത്ര 1000-ഓളം സീറ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. മൊത്തം ഫുള്ളായി. നമ്മള് നല്ലൊരു എന്താ പറയാ എൻജോയ്മെന്റ്, ഫാമിലി എല്ലാരും ഉണ്ട്, ഗാദറിങ് എല്ലാരും ഉണ്ട് അല്ലേ. ഞങ്ങൾക്ക് പറയുന്നത് നമ്മളെ വിഭവങ്ങൾ നമ്മള് പരിചയപ്പെടുത്തുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഫ്രൂട്ട്സ് ഐറ്റംസ് ആയിട്ട് മുന്തിരി, വത്തക്ക, കാരക്കുണ്ട്, ഇതിലായിട്ട് സമൂസ രമ്യ സമൂസ യമ്മു ആണ് കേട്ടോ. യമ്മുവിന്റെ സമൂസയാണ് ഉള്ളത്. പിന്നെ ഗ്രാസ് നമ്മള് വെച്ച് പിടിപ്പിച്ചാണ് നമ്മളെ ഇൻഡിപെൻഡൻസിന്റെ അല്ലേ. കുക്കു 2 കാര്യങ്ങൾ ഇതിനെ കുറിച്ച് സംസാരിക്കുന്നതാണ്. എന്താ പറയണേ, നമ്മളെ അമ്പലക്കടവ് നാടിന്റെ ഒരു സമൂഹത്തോട് നിങ്ങൾക്ക് ഇതിൽ വൈഡായിട്ട് കാണിച്ചു തരാം. ഒത്തൊരുമന്റെ നിറകൂടാണ്. ആദ്യം ഈത്തപ്പഴം അല്ലേ, അതും വേണം. വാങ്ങി കൊടുത്താ പിന്നെ അങ്ങോട്ട് വ്ളോഗൊക്കെ അവിടെ നിർത്തി. ഞങ്ങളാണെങ്കിലോ ഇവിടെ വെള്ളമൊക്കെ അങ്ങോട്ട് സ്റ്റോക്ക് വെച്ചൊക്കെ ഉണ്ട്. ഇവരപ്പം നോമ്പറൊക്കെ ഇരുന്നിട്ട് തന്നെ അത്യാവശ്യം നല്ല വൈബും കിട്ടുന്നുണ്ട് കേട്ടോ. ഈ കുക്കുവിന്റെ കൂടെ ഒക്കെ അല്ല ഞാൻ ഇരുന്ന്. ഇവരെ മാത്രം വീഡിയോ എടുത്തിട്ട് ഒരു കാര്യമല്ലല്ലോ. ഇന്റെ 2 വർത്താനം കേൾക്കാൻ ഇങ്ങക്ക് പോതിണ്ടാവൂലേ. എന്നാ ഞാനങ്ങോട്ട് തുടങ്ങിയാലോ. ഇന്നങ്ങോട്ട് കേട്ടോളി. പിന്നെ ഈ ഇതുണ്ടോ, ഈ സമൂസ അല്ല, പിന്നെ വത്തക്ക, ഇതെന്താ രസറിയോ. ഇത് ഞങ്ങളെ പരിപാടിക്ക് മാത്രം ഇമ്പോർട്ടന്റ് ചെയ്ത സാധനം കേട്ടോ. അങ്ങനെ നോമ്പൊക്കെ തുറന്നു. പിന്നെ നമ്മള് വീഡിയോ കാണുന്ന ഒരുപാട് ചെറുതു വലുതുമായ എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മള് വീഡിയോയിലൊക്കെ നല്ല താല്പര്യമാണ്. സുഡൂനെ ചെങ്ങലൊക്കെ ഇട്ട മതിലേക്കുണ്ടോ കുട്ടികളെല്ലാരും. ഓലെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളാണെങ്കിലും ചെറുപ്പത്തിലൊക്കെ ഫുട്ബോൾ കളിക്കാൻ പോകുമ്പോഴേ സുഡൂനെ കണ്ട വിശിഷ്ട മാസത്തിലെ മനോഹരമായ ഒരു സഹായനത്തിൽ നമ്മുടെ നാട് മുഴുവൻ ഒഴുകിച്ചേർന്ന മനോഹരമായ ഒരു സംഗമം. കേട്ടുകേൾവി പോലും ഇല്ലാത്ത കോലാഹലങ്ങൾ വർദ്ധിക്കുന്ന ഈ കാലത്ത് ഇത്തരം കൂട്ടായ്മകൾ തന്നെയാണ് പ്രതിരോധം. സംഘടനാ മികവ് കൊണ്ടും ജാതിമത വർണ്ണ പ്രതീതങ്ങൾക്കതീതമായി പങ്കാളിത്തം കൊണ്ടും ഈ ഇഫ്താർ വിരുന്നിനെ മികവുറ്റതാക്കാൻ നമുക്ക് സാധിച്ചു. നമുക്ക് വിഷ്വൽസ് ഒന്ന് കണ്ടു നോക്കാം. ഞാൻ പറഞ്ഞില്ലേ നല്ല ആംബിയൻസ് ഉള്ള സ്ഥലത്താണ് ഞങ്ങൾ പരിപാടി നടത്തിനെ. അങ്ങനെ ഈ പച്ചപ്പുല്ലിക്കട ഈ കുട്ടീനെ 4 ആട്ടം അടിച്ചു. അപ്പോ തന്നെ ആ ഫുഡിന്റെ കാര്യങ്ങളെല്ലാം സെറ്റ് ആവാനേക്കുണ്ടോ. അതുമ്പോൾ സെറ്റായി നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഈ വ്ളോഗ് കൊണ്ട് അവസാനിപ്പിക്കാം. ഇത് പിന്നെ നോമ്പ് തുറയ്ക്ക് മാത്രം പുറത്ത് കാണുന്ന ചങ്കാണ് കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരാളുണ്ടാവില്ലേ, ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണ്ടോ. ഇതൊക്കെ പിന്നെ നമ്മളെ ഫ്രണ്ട്സും കാര്യങ്ങളാണ് കേട്ടോ. ഇതെല്ലാരും പിന്നെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാം ഒരിക്കലും മറക്കരുത് കേട്ടോ. എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? അടിപൊളി ബിരിയാണി. നമ്മളെ നാട്ടിൽ നമ്മളെ അൻവറാക്ക വെച്ച ബിരിയാണി അടിപൊളി. ഇതിലുണ്ട് ചിക്കനൊക്കെ സ്മൂത്ത്, ഇടത്തൊക്കെ ചാട് സ്മൂത്ത്, ചൂടുകൊണ്ട് പിടിച്ചങ്ങനെ ചാട് അത്ര കണ്ട് ബന്ധുക്കൾ കിഡിലുണ്ട് ആ സാധനം. അങ്ങനെ ഞാനും ഇവരപ്പം ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ അവസ്ഥ ഇതാണ്, എനിക്ക് വല്ലാതെ ഫുഡും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. പിന്നെ മോലേർക്ക് ചോറ് പറഞ്ഞിട്ട് സിബിലെങ്ങനെ കൊടുന്നത്. ഓന് നല്ലൊരു മനുഷ്യനാണ് കേട്ടോ. അൽഹംദുലില്ലാ എന്നാലും പരിപാടിയൊക്കെ ഉഷാറായിട്ടോ. അപ്പോൾ നമ്മളെ വീട് എല്ലാവരും കാണണം. അങ്ങനെ ഒരു ചെമ്പ് കഴിഞ്ഞ് അടുത്ത ചെമ്പ് പൊട്ടിക്കാനുള്ള പ്ലാനിലുണ്ടോ ഇവര്. പൊട്ടിച്ച് ഏകദേശം പണിയൊക്കെ തുടങ്ങിയിരിക്കണേ. ഞാൻ പിന്നെ ചോറ് കഴിയും കരുതി 4 കാലത്ത് അങ്ങോട്ട് ഇരിക്കും.
അതാണ് ബെറ്റർ. അല്ല എന്താ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം.